വാർത്തയിലേക്ക് കടക്കുമ്പോൾ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കി. യൂട്യൂബ് വഴിയുള്ള മോട്ടോർ വാഹന നിയമലംഘനങ്ങളിൽ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർടിഒയുടേതാണ് നടപടി. ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി കുളിച്ചതോടുകൂടിയാണ് സഞ്ജുവിനെ MVD കുടുക്കിയത്. വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരുന്നു. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, മാതൃകാപരമായ നടപടി എന്നു തന്നെ പറയാം. കാരണം ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ സഞ്ജുവിന് അത് തന്നെ സഞ്ജുവിനെതിരെ നടപടിയെടുത്തിരുന്നു. ഇപ്പോൾ ഇതാ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിയുള്ള നടപടി വന്നിരിക്കുന്നു അല്ലെ? എന്താണ് വിശദാംശങ്ങൾ? തികച്ചും മാതൃകാപരമായ നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം യൂട്യൂബറായ സഞ്ജു ടെക്കി തന്റെ കാറിൽ അപകടകരമായ രീതിയിൽ വെള്ളം നിറച്ചുകൊണ്ടൊരു സ്വിമ്മിംഗ് പൂൾ പോലെ ഉണ്ടാക്കി, അതായത് ഒരു സിനിമ സ്റ്റൈലിൽ അത്തരത്തിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഒരുക്കി സുഹൃത്തുക്കളുമായി ആ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നു. ഇതിനകത്ത് ഈ വാഹനം ഓടിച്ചിരുന്ന ആളുടെ ലൈസൻസിന് അടക്കം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി എൻഫോഴ്സ്മെന്റ് RTO എടുത്തിരുന്നു. അതിനുശേഷം പിന്നീട് ഹൈക്കോടതി ഈ സഞ്ജു ടെക്കി അടക്കമുള്ള യൂട്യൂബ് വ്ളോഗർമാരുടെ നിയമലംഘനങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ട്രാഫിക് നിയമലംഘനങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കാനായി കോടതി നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് എൻഫോഴ്സ്മെന്റ് നടത്തിയ പരിശോധനയിലാണ് ഈ ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ ഇതിനു മുമ്പും നടത്തിയിട്ടുള്ളതായി കണ്ടെത്തിയത്. മാത്രമല്ല, ഇവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാനും നിർദ്ദേശിക്കുകയും അത്തരത്തിൽ പോലീസ് ക്രിമിനൽ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ സഞ്ജു ടെക്കിയുടെ കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആജീവനാന്തം സഞ്ജുവിന്റെ ലൈസൻസ് റദ്ദാക്കിക്കൊണ്ട് ഇപ്പോൾ അല്പസമയം മുമ്പ് തീരുമാനമായത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി പോകുന്നതിനിടയിൽ ഒരു സ്കൂൾ ജംഗ്ഷൻ അടക്കം കടന്നു പോകുന്നുണ്ട്. അവിടെ ധാരാളം തിരക്കുള്ള ഒരു ജംഗ്ഷനിൽ വെച്ച് ഈ കാറിനകത്തുള്ള ഒരുക്കിയിട്ടുള്ള ഒരു ടർപ്പോളിൻ ഷീറ്റിൽ വലിച്ചു കെട്ടിയ നിലയിൽ അതിനകത്തായിരുന്നു വെള്ളം നിറച്ചത്. അത് പൊട്ടി പുറത്തേക്ക് വരികയും ഒപ്പം തന്നെ കാറിന്റെ എയർ ബാഗ് പൊട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ വന്നു. ഇത് അത്യന്തം അപകടകരമാകുന്ന രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് ആയിരുന്നു ഇവരുടേത് എന്നുള്ളതാണ് അവരുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ നിരീക്ഷണം. മാത്രമല്ല, വേണമെങ്കിൽ ഈ വാഹന നിയന്ത്രണം വിട്ട് മറ്റുള്ളവർക്കും അപകടം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമായിരുന്നു. എന്തായാലും ആ ദൃശ്യങ്ങളടക്കം പിന്നീട് സഞ്ജു തന്റെ യൂട്യൂബിൽ തന്റെ വ്ലോഗായി പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം കാര്യങ്ങൾ കടുത്ത നിയമലംഘനമാണെന്നും ഒപ്പം തന്നെ നിയമത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നുമാണ് വിലയിരുത്തുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഇനി ഇത്തരം രീതിയിൽ ആവർത്തിക്കരുതെന്ന് ഉള്ള സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് കർശന നടപടികളിലേക്ക് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നീങ്ങുകയും ഒപ്പം തന്നെ സഞ്ജുവിന്റെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം എൻഫോഴ്സ്മെന്റ് RTO രമണിന്റെ നേതൃത്വത്തിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. തീർച്ചയായും സമൂഹ മാധ്യമങ്ങളിൽ റീച്ചിനായി എന്തും ചെയ്യാം എന്ന് താല്പര്യപ്പെടുന്നവർക്ക്, അതിന് മുതിരുന്നവർക്കുള്ളൊരു കൃത്യമായ താക്കീത് കൂടിയാണ് സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിക്കൊണ്ടുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിയെന്ന് പറയാം. തീർത്തും മാതൃകാപരമായ നടപടി. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊച്ചി നഗരത്തിൽ